നിങ്ങളൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കില്ല, അതുകൊണ്ടാണല്ലോ ഫേസ്ബുക്ക് നീ വീഡിയോ കാണുന്നത്. എന്നാൽ പിന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്തേക്കട്ടോ. അതല്ല പറഞ്ഞു വന്ന് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നേരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 2 ടിപ്സ് പറഞ്ഞുതരാം. അടിപൊളി ടിപ്സാണ്. നമുക്ക് ഫേസ്ബുക്ക് തുറക്കും. എന്തിനിങ്ങനെ അധികം വളവളാന്ന് പറയുന്നത്? അവിടെ ഉണ്ട് ഫേസ്ബുക്ക്. ഇത് തുറന്നിട്ട് എന്തായാലും നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതിലൊന്ന് റീൽസ് കാണുന്നുണ്ടാകുമല്ലോ. ഞാൻ റീൽസ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. സൗണ്ട് കുറച്ചതാ, കോപ്പി റൈറ്റ് വരുന്നതിന്. റീൽസ് കാണുന്നേരോ ഇവിടെ ഇങ്ങനെ കുറേ എഴുത്ത്, ഇവിടെ കുറേ എഴുത്ത്, ഇവിടെ കുറേ അയക്കണ്, ആടെ ഇവിടെ എല്ലാം കുറേ എഴുത്തുകളും കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിനൊരു പരിപാടി ഉണ്ട്. ഇവിടെ 3 കുത്തുണ്ട് താഴെ. ഈ കുത്തിൽ മെല്ലെ ഒരു കുത്ത് കൊടുക്ക്. ഉറക്ക കുത്തണ്ടേ, ഉറക്ക കുത്തിയ സ്ക്രീന് പൊട്ടിപ്പോവുക. അതടക്കട്ടെ. ഇവിടെ ക്ലിയർ മോഡ് എന്നുള്ളൊരു സംഭവം കണ്ട, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ കണ്ട ഒരു സാധനം സ്ക്രീനില്ലാണ്ട് നമുക്ക് വീഡിയോ കാണാം. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ തന്നെ വരിക, ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു ഐക്കണല്ലേ, ഇതാ, ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം അങ്ങ് വരും. വേറെ ഒന്നുകൂടിയും പറഞ്ഞു തരാം. നമ്മളിപ്പോൾ ഓരോന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നില്ലേ, അതിന് പകരം ഒന്ന് തീർന്ന അടുത്ത് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട്. 3 കുത്തിൽ ഒന്നുകൂടി കുത്തിക്കോ. ഇവിടെ സ്ക്രോൾ ടു നെക്സ്റ്റ് റീൽ ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പോയിട്ട് അതങ്ങ് ഓഫാക്കി കഴിഞ്ഞാൽ മതി. അടിപൊളി ടിപ്സ് അല്ലേ? റീൽസ് കാണുന്നവർക്ക് ഭയങ്കര ഉപകാരം കേട്ടോ. എനിക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. സംഭവം നിങ്ങൾക്ക് ഉപകാരം ഇല്ലെങ്കിൽ ഉപകാരമുള്ളവരുണ്ടാവും, ഒരിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കെന്ന്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തട്ടോ, ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്തേ. അതാ നമുക്ക് ഡബിൾ ബൂസ്റ്റ് ഉഷാറായിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മേപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.